വചനം 38 വാക്കർത്ഥം ഫലാ ഉഖ്സിമു എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു ബിമാ തുബ്സിറൂൻ നിങ്ങൾ കാണുന്നതുകൊണ്ട് നിങ്ങൾ കാണുന്നവ കൊണ്ട് ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ എന്നാൽ നിങ്ങൾ കാണുന്നവയെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 39 വാക്കർത്ഥം വമാലാ തുബ്സിറൂൻ നിങ്ങൾ കാണാത്തവ കൊണ്ടും വമാ ലാ തുബ്സിറൂൻ നിങ്ങൾ കാണാത്തവയെക്കൊണ്ടും സത്യം ചെയ്തു പറയുന്നു. വചനം 40 വാക്കർത്ഥം ഇന്നഹു നിശ്ചയമായും അത് ലഖൗലു വാക്കുതന്നെ വചനം തന്നെ പറയുന്നതു തന്നെ റസൂലിൻ കരീം മാന്യനായ ഒരു റസൂലിൻ്റെ അഥവാ ദൂതൻ്റെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം നിശ്ചയമായും അത് അഥവാ ഖുർആൻ മാന്യനായ ഒരു ദൈവദൂതൻ്റെ വാക്ക് തന്നെ. വചനം 41 വാക്കർത്ഥം വമാഹുവ അതല്ല ബിഖൗലി ഷാഇരിൻ ഒരു കവിയുടെ വാക്ക് ഖലീലമ്മ എന്തോ വളരെ കുറച്ചു മാത്രം തുഅ്മിനൂന നിങ്ങൾ വിശ്വസിക്കുന്നു. വമാ ഹുവ ബിഖൗലി ഷാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ അത് ഒരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. വചനം 42 വാക്കർത്ഥം വലാ ബിഖൗലി വാക്കുമല്ല കാഹിനിൻ ഒരു പ്രശ്നക്കാരൻ്റെ ഗണിതക്കാരൻ്റെ ജ്യോത്സ്യൻ്റെ ഖലീലമ്മ എന്തോ വളരെ കുറച്ചു മാത്രം തദക്കറൂൻ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു. വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ അത് ഒരു പ്രശ്നക്കാരൻ്റെ വാക്കുമല്ല, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നുള്ളൂ. വചനം 43 വാക്കർത്ഥം തൻസീലുൻ അവതരണം അവതരിപ്പിക്കുന്നതാണ് മിർ റബ്ബി രക്ഷിതാവിങ്കൽ നിന്ന് അൽ ആലമീൻ ലോകരുടെ ലോക തൻസീലും മിർ റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിച്ചതത്രേ അത്. വചനം 38 മുതൽ 43 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഫലാ ഉഖ്സിമു എന്ന വാക്കിൻ്റെ ഘടന, അർത്ഥം, ഉദ്ദേശ്യം ആദിയായവയെപ്പറ്റി സൂറത്തുൽ വാഖിഅ 75-76 വ്യാഖ്യാനത്തിൽ വിവരിച്ചത് ഓർക്കുക. വക്താവിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ച് വക്താക്കളുടെ വാക്കുകളിൽ വ്യത്യാസം കാണും. രാജാക്കളുടെ വാക്കിൽ രാജകീയതയും രസികന്റെ വാക്കിൽ രസികത്വവും കാണാം. മാന്യന്മാരുടെ സംസാരത്തിൽ മാന്യതയും നിന്ദ്യന്മാരുടെ സംസാരത്തിൽ നിന്ദ്യതയും അനുഭവപ്പെടും. അതുപോലെ കവികളുടെയും ജ്യോത്സ്യക്കാരുടെയും വാക്കുകളിൽ അവരുടേതായ പ്രത്യേകതകളും പ്രകടമായിരിക്കും. ആ നിലയ്ക്ക് അല്പമെങ്കിലും ആലോചിച്ചു നോക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ഈ ഖുർആൻ സത്യനിഷേധികൾ ജൽപ്പിക്കുന്നതുപോലെ കവിവാക്യങ്ങളോ ജ്യോത്സ്യവാക്യങ്ങളോ അല്ലെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ഖുർആൻ അവതരിക്കുന്നത് ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്നാണ്. അതാകട്ടെ ഏതെങ്കിലും ജനതയ്ക്കോ ജനവിഭാഗത്തിനോ വേണ്ടി അവതരിപ്പിച്ചതുമല്ല. ലോകമക്കൾക്ക് ആകമാനം വേണ്ടിയുള്ളതാണ്.
അത് അവരിൽ ഓതിക്കേൾപ്പിക്കുന്നത് അവനാൽ നിയോഗിക്കപ്പെട്ട ഒരു മാന്യ ദൂതനുമാകുന്നു. ഖുർആന്റെ സ്വരവും ശൈലിയും ഉള്ളടക്കവും സിദ്ധാന്തങ്ങളുമെല്ലാം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നു. പക്ഷേ ചിന്തിക്കാനും വിശ്വസിക്കാനും തയ്യാറാകാതെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ച് നിരർത്ഥമായ ആരോപണങ്ങൾ കൊണ്ട് തൃപ്തി അടയുകയാണ് അവിശ്വാസികൾ ചെയ്യുന്നത്. 40-ാം വചനത്തിൽ മാന്യനായ ദൂതൻ അഥവാ റസൂലിൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. സൂറത്തു തക്വീറിലും ഇതുപോലെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നിശ്ചയമായും അത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാണ് എന്നു പറഞ്ഞിരിക്കുന്നു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണ് ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 വചനങ്ങളുടെയും മുമ്പും പിമ്പുമുള്ള വാക്യങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ഓതിക്കേൾപ്പിക്കുന്നത് അദ്ദേഹം ഒരു കവിയോ ജ്യോത്സ്യനോ ആയതുകൊണ്ടല്ല, അദ്ദേഹം മാന്യനായ ഒരു ദൈവദൂതനായതുകൊണ്ടാണ്. അത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ലോകരക്ഷിതാവിങ്കൽ നിന്നാണുതാനും എന്നത്രേ ഇവിടെ പ്രസ്താവിക്കുന്നത്. സൂറത്തു തക്വീറിലെ സന്ദർഭം മറ്റൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭ്രാന്ത് പിടിച്ചു പറയുന്നതോ വല്ല പിശാചും പറഞ്ഞുകൊടുക്കുന്നതോ അല്ല ഖുർആൻ. അർഷിൻ്റെ നാഥനായ അല്ലാഹുവിങ്കൽ പല നിലയ്ക്കും സ്ഥാനവലിപ്പങ്ങളുള്ള ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണത്. അദ്ദേഹം ആ ദൂതനെ അഥവാ ജിബ്രീലിനെ ശരിക്കും കണ്ടിട്ടുണ്ട് താനും എന്നൊക്കെയാണ് അവിടത്തെ സംസാര വിഷയം. മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാണ് ഖുർആൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളതിനെ പൊക്കിപ്പിടിച്ച് ഇസ്ലാമിൻ്റെ അകത്തും പുറത്തുമുള്ള ചില ശത്രുക്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കാറുള്ളതുപോലെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം വചനങ്ങളാവാമെന്ന് ഊഹിക്കുവാൻ പോലും പഴുതില്ലാത്തതാണ്. കാരണം ഖുർആൻ അവതരിപ്പിക്കുന്നത് അല്ലാഹുവാണെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ ആണ് എന്നും അതിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തം വരുത്തുവാൻ രണ്ടാൾക്കും നിവൃത്തിയില്ലെന്നും മറ്റും സ്പഷ്ടമായ ഭാഷയിൽ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വേണ്ട, അതിനെ തുടർന്ന് 43-ാം വചനത്തിൽ തന്നെ അത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചതാണ് തൻസീലും മിർ റബ്ബിൽ ആലമീൻ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് നോക്കുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വകയായി അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന് തീർച്ചയാണ്. അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അടുത്ത വചനങ്ങളിൽ സഗൗരവം അള്ളാഹു താക്കീത് ചെയ്യുന്നതും കാണുക. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു തക്കം നോക്കി ഒരിക്കൽ റസൂൽ തിരുമേനിയുടെ നേരെ പുറപ്പെടുകയുണ്ടായി. പള്ളിയിൽ അദ്ദേഹം എനിക്ക് മുമ്പായി എത്തിയിരുന്നു. ഞാൻ പിന്നിൽ ചെന്നു നിന്നു. അവിടുന്ന് സൂറത്തുൽ ഹാക്ക ഓതാനാരംഭിച്ചു. അത് കേട്ടപ്പോൾ ഖുർആന്റെ ഘടനയെക്കുറിച്ച് എനിക്ക് ആശ്ചര്യം തോന്നി. ഞാൻ മനസ്സിൽ പറഞ്ഞു, അല്ലാഹുവാണേ, ഖുറൈശികൾ പറയും പോലെ ഇവനൊരു കവിയാണ്. അപ്പോഴേക്കും അവിടുന്ന് അതൊരു കവിയുടെ വാക്കല്ല എന്ന് 40ഉം 41ഉം വചനങ്ങൾ ഓതി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അവൻ ഒരു പ്രശ്നക്കാരനായിരിക്കും. അപ്പോഴേക്കും അവിടുന്ന് അതൊരു പ്രശ്നക്കാരൻ്റെ വാക്കുമല്ല എന്നും 42 മുതൽ വചനങ്ങളും ഓതി. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ മുഴുവനും ഇസ്ലാം സ്ഥലം പിടിച്ചുപോയി. അദ്ദേഹം മുസ്ലിമാകുവാനുള്ള പ്രേരണകളിൽ ഒന്നായിരുന്നു ഈ സംഭവം.